ഇശിലിനകൾ റൗണ്ടിലേക്ക് എത്തുന്നു നിധിനും സിയ ജാസ്മിനും. ഹായ് ഹായ്. ഞങ്ങളുടെ ഇവിടുത്തെ പാർട്ടിസിപ്പൻസിനെ ഒക്കെ പരിചയപ്പെട്ടോ? പരിചയപ്പെട്ടു. നല്ല കുട്ടികളല്ലേ? നല്ല കുട്ടികൾ. ഇവിടെ ഈ നിൽക്കുന്ന നിതിനെ പരിചയപ്പെട്ടില്ലേ? പരിചയപ്പെട്ടു. നിതിൻ ഞങ്ങളുടെ ഇവിടെയുള്ള കണ്ടസ്റ്റൻസിൽ ഏറ്റവും നോട്ടി ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പന്റ് ആണ്. അങ്ങനെ തോന്നിയോ? ഇല്ല, ഇവിടെ എല്ലാരെയും ഏറ്റവും കൂടുതൽ കളിയാക്കുന്ന ഒരു മനുഷ്യനാണ് ഈ നിൽക്കുന്നത്. അതെല്ലേ? സിയെ ഇതുവരെ കളിയാക്കിയില്ലേ? അവസരം കിട്ടിയില്ല. ഗസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഇത്തിരി റെസ്പെക്ട് കൊടുത്ത് നിൽക്കുകയാണ്. വേണ്ട, സിയെ കളിയാക്കണ്ട. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഏത് പാട്ടാ പാടാൻ പോന്ന്? കസവൻ ചെറുതട്ടമിട്ട്. റൊമാൻറ്റിക് സോങ് ആണ്. റൊമാൻറ്റിക് സോങ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. കസവിൻ ചെറുതട്ടമിട്ട് പട്ടുടുത്തു മാലയിട്ട് വരുമോ ബീവിയായി പെണ്ണേ? പഞ്ചവർണ്ണ മൊഞ്ചു ചൂടി നെഞ്ചിലേറും കൊഞ്ചലുമായി ചെമ്പകമലരെ നിന്നരികെ പുന്നാരമോദ നീ വരുമോ? കസവിൻ ചെറുതട്ടമിട്ട് പട്ടുടുത്തു മാലയിട്ട് വരുമോ ബീവിയായി പെണ്ണേ? കസ്തൂരി മണമുള്ള രാവിൽ. കല്ലായി കടവത്ത് കളി കൂടും കാലത്തെ കണ്ണാളെ നീ എൻ്റെ കൽക്കണ്ട കനിയായി. ഗസൽ മഴ പൊഴിയുമ്പോൾ മനസ്സിൽ നിൻ കിന്നാരം മോഹത്തില്ലേ മുന്തിരിച്ചേരല്ലേ വമ്പത്തിയുള്ളിൽ പാലാഴിയ മാമ്പഴച്ചൊപ്പാണേ മാതളത്തിനാണേ മാനത്തെ മാറ്റേറും പൊൻതാരമേ. കസവിൻ ചെറുതട്ടമിട്ട് പട്ടുടുത്തു മാലയിട്ട് വരുമോ ബീവിയായി പെണ്ണേ? കസ്തൂരി മണമുള്ള രാവിൽ. മൈലാഞ്ചി മണമായി തഴുകുന്ന പൂങ്കാറ്റിൽ താളത്തിൽ നീ ചൊല്ലും തേൻ വൈത്തിൻ തന്നാരം. മനതാരിൽ ഞാൻ കാണും പൊന്നിൻ കിനാക്കൾക്ക് ഷഹനായി മീട്ടുന്നു പ്രിയതോഴാ നീ എന്നും. ചിരിമണി പുതിരുമ്പോൾ ഇടനെഞ്ചിൻ തകിൽ മേളം മുഹബത്തിൻ മെഹബൂബേ ഇണയെന്നും നീയാണേ. ഇണത്തിൽ ഗസോദി താളത്തിൽ താരാട്ട ചാരത്തണഞ്ഞിടാൻ മുത്തങ്ങളായ മനസം തീനുണ്ടേ മാംഗല്യരാവെന്നും സ്നേഹത്തിൻ മുഞ്ചത്തിൽ നീയെത്തുമോ? കസവിൻ ചെറുതട്ടമിട്ട് പട്ടുടുത്ത് മാലയിട്ട്
വരുമോ ബീവിയായി പെണ്ണേ. നീ എന്റെ താളമല്ലേ തിങ്കളല്ലേ സ്വന്തമല്ലേ കൽബിലെ പൂന്തോപ്പിലെന്നും പഞ്ചവർണ്ണ മുഞ്ചു ചൂടി നെഞ്ചിലേറും കൊഞ്ചലുമായി ചെമ്പകമലരെ നിന്നരികെ പുന്നാരമോദാൻ നീ വരുമോ. ദയതീക നിസാരവാനി വലാസാവകാശഭൂമി ലയാലി ഉസുലുൽ ഹബീബി ലയാലി ഉസുലുൽ ഹബീബി. കസവിൻ ചെറുതട്ടമിട്ട് പട്ടുടുത്ത് മാലയിട്ട് വരുമോ ബീവിയായി പെണ്ണേ. കസ്തൂരി മണമുള്ള രാവി. സത്യം പറഞ്ഞ ഇതിനെ ആരെ മനസ്സിൽ കണ്ടാണ് പാടിയത്? എന്നാ കേട്ടില്ല. മനസ്സിലങ്ങനെ പ്രത്യേകിച്ച് ആരെയും കണ്ടില്ല. സിയയുടെ സപ്പോർട്ടായിരുന്നു. ആ സപ്പോർട്ടായിരുന്നു. പക്ഷെ ഭയങ്കര ഫീലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഈ മുഖത്തുനിന്നൊക്കെ ഇങ്ങനെ റൊമാൻസ് ഇങ്ങനെ ഒഴുകി വരുമായിരുന്നു. പാട്ടിന്റെ കാര്യം ജഡ്ജസ് പറയും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, കൂട്ടത്തിൽ സിയക്കാണ് ടെൻഷൻ എന്ന് തോന്നി ഇവിടെ പാടിയപ്പോ. നിതിൻ ഭയങ്കര ഡാൻസ് ഒക്കെ കളിച്ച് കൂളായിട്ടാണ് പാടിയത്. എനിവേസ് നമുക്ക് നമ്മുടെ ജഡ്ജസിലേക്ക് പോകാം. അബൂട്ടി മാഷേ, ഇതില് എനിക്ക് പറയാനുള്ളത് മോനെ, ചില വാക്കുകൾ വ്യക്തമായി കേട്ടില്ല. അത് മോഹത്തിൻ മുത്തല്ലേ എന്ന സ്ഥലം അത് വളരെ അസ്കിയാക്കി പാടിയത് കൊണ്ടോ എന്തോന്നറിയില്ല, ഞങ്ങൾക്കതാണ് വ്യക്തമായില്ല വാക്കുകൾ. അതേപോലെ ഈണത്തിൻ എന്താണ് ഈണത്തിൻ ഗസ്വതി അല്ലേ, ആ വാക്കും അവിടെയും ചെറിയ എന്ത് പെട്ടെന്ന് മനസ്സിലായി. മോൻ പാടുമ്പോൾ നല്ല വോയിസ് നല്ല ബ്രൈറ്റായിട്ട് വരുന്നുണ്ട്. ആ സ്ഥലത്ത് മാത്രം മനസ്സിലായി. മോൻ ആള് ചെറുതാണെങ്കിലും നല്ല ശബ്ദമാണ് മോനെ കിട്ടിയത് കേട്ടോ. ദൈവം തന്ന നല്ലൊരു ശബ്ദമാണ്. ആ ശബ്ദം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് തന്നെ വളർത്തിക്കൊണ്ടിരണം. അത് ഒരിക്കലും കേടുവരുത്താതെ കൊണ്ടുപോകണം. ആ ശബ്ദം നന്നാക്കി കൊണ്ടുവരണം. സിയൻ്റെ അറബി നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ കേട്ടോ. അറബി പാടുന്നത് നല്ല ഒരു ആ വോയിസ് മാറ്റി പാടിയത് ഒരു നല്ല സുഖം ഉണ്ടായിരുന്നു. പിന്നെ ശ്രദ്ധിക്കാം മോനെ, ഇങ്ങനത്തെ കാര്യങ്ങൾ വാക്കുകൾ പാട്ട് പാടുമ്പോൾ എപ്പോഴും നമ്മളാ ഉച്ചാരണം കറക്റ്റായിട്ട് നമുക്ക് പുറത്തേക്ക് കേൾപ്പിക്കണം. ആ രീതിയിൽ തന്നെ പാടണം. അതിൽ നമ്മളെ ഇളകി പാടുക അല്ലെങ്കിൽ അസ്കി വല്ലാതെ അസ്കി അങ്ങനെ ആക്കി പാടുമ്പോഴാണ് പ്രശ്നം. ശ്രദ്ധിക്കുക കേട്ടോ. നിതിൻ ആൻഡ് സിയ കലക്കിട്ടോ. നിതിന് അവസരം കിട്ടിയില്ലേ സിയനെ കളിയാക്കാൻ? വേണം, അവസരം വേണം. വേണമെങ്കിൽ ഞാൻ ഈ ഫ്ലോർ തന്നെ വിട്ടുതരാം. ഒന്ന് കളിയാക്കിക്കേ. സിറ്റുവേഷൻ വരണം അല്ലെ കളിയാക്കണമെങ്കിൽ. ഓക്കെ. യൂഷ്വലി സിയ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം കാണിക്കും. അതായത് ഫസ്റ്റ് എന്നെ പരിചയപ്പെട്ട ആ ഒരു സിറ്റുവേഷൻ നിതിൻ അപ്പോൾ ഞാനാണ് നിതിൻ കസവൻ ചെറു അല്ലേ? ക്യാൻറ്റീൻ്റെ ഭാഗത്തോട്ടാ പോയത്. പിന്നെ അവിടെ എപ്പോഴും ഒരു ആട്ടുണ്ട്, ഒരു സ്റ്റൈലുണ്ട്. കറക്റ്റാണ് കേട്ടോ. നിതിൻ്റെ ഈ ഒരു സ്മാർട്ട്നെസ് എനിക്ക് ഇഷ്ടമായി കേട്ടോ. നിതിൻ ഭയങ്കര ഫ്രീ ആയിട്ടാണ് കേട്ടോ പാടിയത്. ഒരു കോമ്പറ്റീഷനിൽ പാടുകയാണെന്നൊന്നും തോന്നിയില്ല. നമുക്കൊരു സ്റ്റേജിൽ നമ്മൾ പാടില്ലേ അതുപോലെ തന്നെ ഫീൽ ചെയ്തു. അങ്ങനെ തന്നെ ആവട്ടെ കേട്ടോ. അങ്ങനെ ടെൻഷനൊന്നും വേണ്ട. ടെൻഷനൊന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ. പിന്നെ മാഷ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ചില ഭാഗങ്ങളിലുള്ള ലിറിക്സ് ഒക്കെ കുറച്ചുകൂടെ വ്യക്തമാക്കണം. ലിറിക്സ് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അനുപല്ലവിയിൽ ചെറിയൊരു വെള്ളി വന്നു അല്ലേ? മോഹത്തിൻ അത്ര ക്ലിയർ ആയിരുന്നില്ല, എന്നാലും ചെറിയൊരു സ്ക്രാച്ച് വന്നു. പിന്നെ ഇടയ്ക്ക് ചിരിച്ചിട്ടൊക്കെ പാടിയില്ലേ, അതൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ വേറൊന്നുമില്ല, ഇതൊക്കെ തന്നെയാണ്. കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് വന്നിട്ടുള്ളൂ. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്താൽ ബെറ്റർ ആക്കി പാടാം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സജ്ലത. മൂസാക്ക, നിങ്ങൾ പാടി നമ്മളെ കേൾപ്പിച്ചാൽ ഏറ്റവും ഇഷ്ടമായത്, എനിക്കിഷ്ടമായത് ചില ആൾക്കാർ ആ സ്വഭാവം ഉണ്ടല്ലോ, അതിവിടെ സ്റ്റേജിൽ കാണിച്ചത് വളരെ ഭംഗിയായി.
ആ കുട്ടി ഇങ്ങനെ ആയിരുന്നു ഞാനറിയില്ല. ഇപ്പം ഇയാൾ പറഞ്ഞതാണ് ഈ കുട്ടിക്ക് ഇങ്ങനത്തെ ചില സ്വഭാവമുണ്ടെന്ന് മനസ്സിലാക്കി. അത് എന്തിനാ പറഞ്ഞത് ഇവിടെ? പൊടിയനായ പുത്രന്തി പുത്തിരി പുത്തിരി. ഏതായാലും നന്നായി ചെയ്ത്, നല്ല രസമായി പാടി മോനെ. താങ്ക് യു സർ. നല്ല ശബ്ദമാണ്, നല്ല സപ്പോർട്ട് ചെയ്യുന്നു ആ കുട്ടീൻ്റെ. നീ അതൊന്നും പറഞ്ഞൊന്നും കണക്കെടുക്കണ്ട കേട്ടോ, ഇങ്ങനെ തന്നെ ചെയ്യണം. ഓക്കെ 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 ഓക്കെ. താങ്ക് യു മൂസക്ക. ഇനി നിതിന്റെ മാർക്സിലേക്ക് പോവാം. അബൂട്ടി മാഷേ? ഞാൻ 40-ൽ 35 മാർക്ക്. സജ്ലത? 20-ൽ 17. മൂസക്ക? 40-ൽ 35. നിതിന്റെ ടോട്ടൽ മാർക്സ് 87 ഔട്ട് ഓഫ് 100. അപ്പോ സന്തോഷമായോ? സന്തോഷമായി. ഇച്ചിരിയും കൂടെ സന്തോഷമാവാം. പോട്ടെ, സാരമില്ല. സിക്ക് പക്ഷെ ഭയങ്കര സന്തോഷമായില്ലേ? സിക്ക് നല്ല സന്തോഷമായി. അപ്പൊ ഈ 2 സന്തോഷ കുട്ടികളെയും ഇനി ഞാൻ പറഞ്ഞു വിടാണ്. ഹലോ, എടാ ഒരു കുഴപ്പമുണ്ട്. അതെ, എൻ്റെ കാറൊരു വേറൊരു കാറായിട്ട് ഇടിച്ചിട്ടേ ആകെ പ്രശ്നമായിട്ടിരിക്കുക. കുറച്ച് പൈസ എത്രയും പെട്ടെന്ന് കിട്ടില്ലെങ്കിൽ ആകെ കുഴപ്പമാവും. നിൻ്റെ കയ്യിൽ കുറച്ച് പൈസ എടുക്കാണ്ടാവുമോ?